KSRTC ബസ്സിൽ പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പിടിയിലായ സവാദ് റിമാൻഡിലായിരിക്കുന്നു. തൃശൂർ ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് ഈ റിമാൻഡ് ചെയ്തത് സവാദിനെ. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ്. സൂരജ്, നേരത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നതാണ്. ഇപ്പോൾ കോടതി ഇതിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു, റിമാൻഡ് ചെയ്തിരിക്കുന്നു സവാദിനെ. എന്തൊക്കെ വകുപ്പുകളാണ് ഈ സവാദിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്? പ്രജിൻ, ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഫവാദിനെ ഇന്ന് പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതിയാണ് 14 ദിവസത്തേക്ക് ഇപ്പോൾ ഈ ഫവാദിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം 14-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തൃശൂരിൽ നിന്ന് KSRTC ബസ്സിൽ കയറിയ സവാദ് പിന്നീട് ഈ KSRTC ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ എത്തുന്ന സമയത്തായിരുന്നു ഈ കുറ്റകൃത്യം അരങ്ങേറിയത്. പിന്നീട് ഈ പേരാമംഗലത്തെ പോലീസ് സ്റ്റേഷനിൽ ബസ് എത്തിച്ച് സവാദിനെ അവിടെ ഈ പോലീസിനെ ഏൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിനുള്ളിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഈ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ പൊള്ളാച്ചിയിൽ നിന്ന് പ്രതി പിടിയിലാകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി പിടിയിലായ പ്രതിയെ തൃശൂരിലെത്തിച്ചു. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിക്കാൻ പ്രതി തയ്യാറായിരുന്നില്ല. നിരവധി വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസ് ഇത് സംബന്ധിച്ച് ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രജിൻ, ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.